നല്ല കളറാ ടീച്ചറെ. അന്ന് നീലയും ചോപ്പും നല്ല കോംബോയും കൂടിയാണ്. ഇക്കത്ത് സാരികൾ അല്ലേ? സത്യം പറയാലോ ടീച്ചറെ, ടീച്ചറുടെ വീഡിയോകൾ കാണാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ഈ സാരികളുടെയൊക്കെ പേരുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കേട്ടോ. ഇതാണ് ഇക്കത്ത് സാരി. ഇപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞാൻ ഒരുപാട് പറഞ്ഞതാണ്, എന്നാലും വീണ്ടും പറയാം, ഇന്ത്യയുടെ ഏറ്റവും പൈതൃകമായിട്ടുള്ളതും ഇന്ത്യക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ ഒരു കലയാണ് ഇക്കത്ത് എന്ന് പറയുന്നത്. ഇതിപ്പം ഈ നൂല് ഡൈ ചെയ്യുന്നതാണ്, ഡൈ ചെയ്തിട്ട് ചെയ്യുന്നതാണ്. സാധാരണ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് ഞാൻ വേറെ കാണിച്ചു തരാം. ഇതിപ്പം ബ്ലോക്ക് പ്രിൻ്റാണ്. ഇത് ബഗ്രു പറയും ഈ സാരിക്ക്. ബഗ്രു ഡിസൈനാണ്. ഈ ഡിസൈൻ വരുമ്പോൾ ഇതിപ്പം പ്രിന്റ് ചെയ്യുന്നതാണ്, ബ്ലോക്ക് പ്രിന്റ്സ് ആണ്. എന്ന് വെച്ചാൽ തടികളിൽ ഇങ്ങനെ ബ്ലോക്ക് അച്ചുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ പ്രിന്റ് ചെയ്യുന്നതാണ് ഈ സാരികൾ. ഇത് പറയുമ്പോൾ ഇതെങ്ങനെയാ പറയുമ്പോൾ നൂലില് നിറങ്ങൾ മുക്കും. നൂല് നിറങ്ങൾ ഇപ്പം നീല നിറമാണ് വെക്കുന്നുണ്ടെങ്കിൽ കുറെ നൂലുകൾ നീല നിറത്തിൽ മുക്കുക. എന്നിട്ട് അത് കണ്ടോ, ഈ ചോപ്പ് ഇതൊക്കെ ഉണ്ട്, ഇത് കണ്ടോ, ഇതനുസരിച്ച് ഇത് എങ്ങനെ ഡിസൈൻ വരണോ അങ്ങനെ തറിയില് അത്രയും ശ്രദ്ധിച്ച് ചെയ്യണം. ജോമെട്രി ശരിക്കും മാത്തമാറ്റിക്സ് ആണ്, ജോമെട്രിക്കൽ ഡിസൈൻസ് ആണ്, പാറ്റേൺസ് ആണ്. ഇതൊക്കെ കണ്ടോ, ഇത് ശരിക്കും നിങ്ങൾ പറയുന്നത് നമ്മൾ വെറുതെ അങ്ങ് കളയരുതേണ്ട കല. ഇതൊരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സയൻസ് ആണ്, ശാസ്ത്രമാണ് എന്നൊക്കെ പറയുന്നത്. ഇത് ശരിക്കും മാത്തമാറ്റിക്സ് ആണ്. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം എന്താ പറയുക ടീച്ചറെ, ഇത് ചെയ്യുന്ന ആർക്കും വിദ്യാഭ്യാസം ഉണ്ടായിക്കൊള്ളുന്നില്ല അല്ലേ? അവരുടെ അനുഭവം കൊണ്ടാണത്. അവർക്ക് അതിനുള്ള അക്നോളജ്മെന്റോ അതിനുള്ള റെമ്യൂണറേഷനോ ഒന്നും കിട്ടുന്നില്ല. എന്നുവെച്ചാൽ ഒരു വളരെ വളരെ തുച്ഛമായ, എന്നുവെച്ചാൽ ഏറ്റവും ദരിദ്രരായ ജനതയായിരിക്കും നെയ്ത്തുകാർ ഇന്ത്യയിൽ. അപ്പോൾ അവർക്ക് അവരെ ഹെൽപ്പ് എനിക്ക് ഞാൻ ഡയറക്റ്റ് ആയിട്ട് അവരിൽ നിന്ന് എടുക്കുകയാണ് ഈ സാരികൾ. അപ്പോൾ എൻ്റെ ഈ കണ്ണകിയുടെ ഏറ്റവും വലിയൊരു ഗുണമായിട്ട് എനിക്ക് തോന്നുന്നത്, എനിക്ക് കിട്ടുന്ന പൈസ നേരെ നെയ്ത്തുകാർക്ക് പോകും. ഇതിന്റെ ഇടയിൽ ഒരു ഇന്റർമീഡിയറ്റ് ഇല്ല. ഉണ്ടാവാൻ ചിലപ്പോൾ ഇങ്ങനെ അയക്കുന്ന ലാഭം അയാളിലേക്ക് ഉണ്ടാക്കുന്ന ആളിലേക്ക് നേരിട്ട് ചെല്ലും. ചിലപ്പോൾ അയാളെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളുണ്ടാവാം. ഇപ്പൊ ഈ നെയ്ത്തുകാർക്ക് ഇതിപ്പോൾ നമ്മൾ വിചാരിക്കുന്നവരല്ല ഒറീസയിലോ മഹാരാഷ്ട്രയിലോ ഒക്കെ ചെല്ലുമ്പോഴുള്ള അവസ്ഥ. അവർക്കിത് കൊറിയർ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളോ അതിൻ്റെ വേറെ കുറേ കാര്യങ്ങൾ അറിഞ്ഞോളണമെന്നില്ല. അപ്പോൾ അത് ചെയ്യാനായിട്ട് സഹായിക്കാനൊക്കെ ഒരാളുണ്ടാവും. എങ്കിലും മോസ്റ്റ് പ്രോബബ്ലി ഇതിൻ്റെ പൈസയിലധികവും അവരിലേക്ക് ചെല്ലുന്നു. എനിക്ക് ഇന്റർമീഡിയറ്റ് വളരെ കുറവാണ് എല്ലാ സാരികളിലും. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനമായിട്ട് കൺസ്യൂമർക്കും ഏറ്റവും നല്ല സാധനം കിട്ടുന്നു. ഇപ്പം കണ്ണകിയുടെ കൈമാറിയിട്ടല്ലാതെ നേരിട്ട് കിട്ടുന്നു. നിങ്ങൾക്ക് കണ്ണകിയിൽ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ 108% ഉറപ്പിക്കാം ഇത് ഒറീസയിലെ കോട്ടൺ ആണെന്ന് പറഞ്ഞാൽ ഞാൻ ഒറീസയിൽ പോയി ഞാൻ കണ്ട സാധനമായിരിക്കും, ഞാൻ എൻ്റെ കൈകൊണ്ട് തൊട്ട് നോക്കിയ സാധനമായിരിക്കും. ഇത് ഇവിടെ ഞാൻ പറയുമ്പം എന്താ പറയുക, തെലുങ്കാനയിൽ പോയിട്ട് ഇക്കത്ത് സാരികൾ എന്ന് പറയുന്നത് ഇക്കത്ത് അത് തെലുങ്കാനയിലും ഒറീസയിലുമാണ് ഉള്ളത്. കൊച്ചമ്പള്ളി പറയും തെലുങ്കാനയിൽ. ആ 2 സ്റ്റേറ്റിലാണ്. പിന്നെ ഗുജറാത്തിലും ചില സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിത് കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടുന്ന് തന്നെ കൊണ്ടുവരുന്നത്. ഇവിടെ വേറെ എവിടെ നിന്നുമുള്ള യാതൊരു കലർപ്പും ഇല്ല. 108% നിങ്ങൾക്ക് വിശ്വസിക്കാം ഇത് ഒറിജിനൽ സാധനമാണ്.